ചെറിയല്ലേ നമുക്ക് വേർതിരിച്ചെടുക്കാം. ചിക്കൻ നോക്കോട്ടെ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടെന്ന് ബിരിയാണിക്ക്. വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കായ്സ് റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. നമ്മൾ മട്ടാഞ്ചേരിയുള്ളതല്ല, എം ജി റോഡിലുള്ളത്. ഞാൻ കുറേ നാൾക്ക് ശേഷം ഉണ്ടോ എൻ്റെ റെസ്റ്റോറൻറ്റ് മുകളിലാണ്. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ആശുപത്രിയിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സംഭവമുണ്ട്. അപ്പം ഞാനൊരു വ്യത്യസ്തതയ്ക്ക് ചിക്കൻ ബിരിയാണി ലൈം സോഡയാണ് പറഞ്ഞേക്കുന്നത്. യൂഷ്വലി ഞാൻ കഴിക്കാറ് മട്ടൻ ബിരിയാണിയാണ്. ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മുടെ പ്ലേറ്റ് ഹീറ്റഡ് പ്ലേറ്റാണ്, നല്ല ചൂടുണ്ട്. സാലഡ്, ഈന്തപ്പഴം പുളിയിഞ്ചി അച്ചാർ, എന്താണ് നമ്മുടെ നാരങ്ങാച്ചാർ. അത്ര മതി. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കായ്സിലെന്നും ബിരിയാണിക്ക് നല്ല ക്വാണ്ടിറ്റിയാണ്. ഞാൻ ഒന്ന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഹാഫ് അടപ്പുണ്ട്. റൈസ് ഇപ്പോഴും സൂപ്പർ, നല്ല സോഫ്റ്റ് നീളമുള്ള ബസ്മതി റൈസ്. പക്ക കൊച്ചി സ്റ്റൈൽ ബിരിയാണി മണക്കുമ്പോൾ കിട്ടുന്ന അതേ മണം. അവിടെ എങ്ങനെയാണത്? ഇന്ന് പൊളിച്ചതാ, സൂപ്പറായിട്ടുണ്ട്. ഇന്ന് അടിപൊളി. അസലായിട്ട് ദമ്മായിട്ടുണ്ട് ചിക്കൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഓരോ ചെറിയല്ലേ നമുക്ക് വേർതിരിച്ചെടുക്കാം. ചിക്കൻ നോക്കോട്ടെ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടെന്ന് ബിരിയാണിക്ക്. പക്ഷെ മുട്ടയില്ല ഗൈസ്. കായ്സ് വരെ മുട്ട എടുത്ത് കളഞ്ഞതിലാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഇവർ മുട്ട എടുത്ത് കളഞ്ഞിട്ട് കുറേ ആയി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മുട്ടയും കൂടി വേണം. മുട്ടയും പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ബിരിയാണി ആവുള്ളൂ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് കണ്ടറിയാം എനിക്ക് ബിരിയാണി എത്ര ഇഷ്ടപ്പെട്ടെന്നുള്ളത്. ഇന്ന് പൊളിച്ചോട്ടെ, ഇന്ന് കായ്സ് പൊളിച്ച്. ഇനി ബാക്കി ഹാഫും കൂടി ഉണ്ട്, അവിടെയൊക്കെ കഴിച്ച് തീർക്കട്ടെ. എൻ്റെ അമ്മയ്ക്കും മോനിനുമായിട്ടൊരു പാർസൽ എടുക്കണം. അവർ രണ്ടുപേർക്കും കൂടി ഒരു ബിരിയാണി മതി. അവരിപ്പോൾ കുറച്ച് കഴിക്കുള്ളൂ. അതാണ് ബിരിയാണി എത്ര അടിപൊളിയായിരുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാലോ. ആകെ ഇത്ര എല്ലാം ഉണ്ടായിരുന്നു ചിക്കനിൽ. വീട്ടിലെ ബിരിയാണി ഇതേ അമ്മക്കും മോനിനുമായിട്ട് പറഞ്ഞ പാർസലും മേടിച്ചിട്ടുണ്ട്. തിരക്കാണ്, ബിസിയാണ്. കാരണം എന്താണെന്നുള്ള അനുഭവം വന്നിട്ട് അടുത്ത ദിവസം വല്ലതും പറയുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയും. ഞാൻ പുളിയിഞ്ചി കിട്ടുകൂട്ടാ. അത് രണ്ടു മണി ഞാൻ തിന്നീർത്തോണ്ടിരിക്കുന്നതാണ്. എൻ്റെ വയറൊന്ന് അറിഞ്ഞു. ഈ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കിടന്ന് പറയണം. പക്ഷേ ഉടനെ പോയി ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് കോർപ്പറേഷൻ കോച്ചിന് പോകാനുണ്ട്, വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. പ്ലേറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫുഡ് എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇന്ന് എത്ര ഇഷ്ടപ്പെട്ടെന്നുള്ളത്. പാർസൽ കൂടി ചേർത്ത് 220, 200, 420 കാണാൻ്റെ കൊടുക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ വയറും മനസ്സും നിറഞ്ഞു, ഹാപ്പി. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് മോനിനും കൊടുക്കട്ടെ.